അങ്ങനെ ഇലക്ഷന് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത്, ഞാൻ ഏറ്റവും കൂടുതൽ സല്യൂട്ട് ചെയ്യുന്ന വോട്ടർമാരാരെന്ന് വെച്ചാൽ അത് മഞ്ചേശ്വരം പഞ്ചായത്തിലെ 11ാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കാണ് പ്രത്യേകം ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പരാജയപ്പെടുത്തിയത് വെറും വർഗീയ ശക്തികളെ മാത്രമല്ല, BJP മാത്രമല്ല, നിങ്ങൾ പരാജയപ്പെടുത്തിയത് പർദ്ദക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെയാണ്, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരാണ്. മുഖം കാണാതെ തന്നെ ഫുൾ ഹിജാബ് ഇസ്ലാമിൻ്റെ ആ ചിട്ടയോടെ മത്സരിച്ച ഒരു സഹോദരിയെ നിങ്ങൾ വിജയിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അവർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഇതിനെതിരെ സംസാരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെയാണ്. അപ്പം നിങ്ങൾക്കില്ലാത്ത ബേജാറും വിഷമങ്ങളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുരക്കുന്ന പട്ടികൾ എന്ന് പറയുന്ന ആരെയെന്നറിയോ? സംഘികളാണ്. അവരെന്തൊക്കെയാണ് പോസ്റ്റ് ഇടുന്നത്? അയ്യേ, ഇതാരാണ് വൈ മുഖം കാണാത്ത ആണാണോ പെണ്ണ്? ഇതാര് പോസ്റ്റ് ഇടുന്ന? ശശികല ടീച്ചർ എന്നതാ ഫേസ്ബുക്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ പോസ്റ്റ് ഇട്ടത് മുഖം പോലും അറിയാത്ത, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണല്ലോ നിങ്ങൾ വിജയിപ്പിച്ചത്. ഇതാണോ നവോത്ഥാന കേരളം? ഇതാണോ സാക്ഷരത കേരളം? ഇതാണോ അങ്ങനെ ഒരുപാട് കേരളം എന്ന് വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചു. അതാണ് കേരളം, ഇത് തന്നെയാണ് കേരളം. ഇനിയും ഒരുപാട് വിശേഷമുണ്ട്. അല്ലാതെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക, എന്താ അവിടെ നഗ്നരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, മണി കെട്ടിയിട്ട്, എവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സാധനത്തിന് മണിയും കെട്ടിയിട്ട് നഗ്നരായിട്ട് നടക്കുന്ന കൊറ്റ സ്വാമികളെ വണങ്ങുന്ന അതിലൊന്നൊരു അയ്യയില്ല. അത് നിങ്ങൾക്ക് അഭിമാനമാണ്. അതേപോലെ ഗോമൂത്രത്തിന് ഇങ്ങനെ കുടിക്കുമ്പോൾ അതിലൊരു അഭിമാനം, അത് അയ്യെന്ന് തോന്നുന്നില്ല. അത് നല്ല സംസ്കാരം അല്ലേ? അതുപോലെ തന്നെ ചാണകം എന്താണ്? മെഡിസിൻ എന്ന് പറയുമ്പോൾ അതും വലിയ നിങ്ങൾക്ക് നല്ല സംസ്കാരമാണ് അല്ലെ? നല്ല സംസ്കാരം എന്ന് പറയുന്ന ആൾക്കാർക്ക് നല്ല ഇസ്ലാം ചിട്ടയുടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ നിങ്ങളെ സുരക്ഷിതയ്ക്ക് വേണ്ടി നിങ്ങളെ ശരീരഭാഗങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ വോട്ടിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ഇസ്ലാമിൻ്റെ ആ കൾച്ചർ ഉപേക്ഷിക്കാതെ ഞാൻ തോറ്റാലും കുഴപ്പമില്ല, PDP അതാണ് ഓർക്കേണ്ടത്. PDP സ്ഥാനാർത്ഥി മത്സരിച്ചു അബ്ദുൽ നാസർ മദനിൻ്റെ പാർട്ടി. ഇപ്പോഴാണ് രോമാഞ്ചം വരുന്നത് അല്ലേ? അബ്ദുൽ നാസർ മദനി, അതാണ് ആ ഒരു സംസ്കാരം ഞങ്ങൾക്ക് ഈ സഹോദരിയിലൂടെ കാണുന്നുണ്ട്. അതാണ് മദനി ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത്. അവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അബ്ദുൽ നാസർ മദനിയാണ്. ഇപ്പോൾ വിമർശിക്കുന്ന ഇതുപോലുള്ള വിഷച്ചീറ്റികൾക്ക് മറുപടി കൊടുക്കാൻ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ നിങ്ങളതിന് ഇല്ലാതാക്കി. കാരണം നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്. ഇല്ലാത്ത കേസിൽ കുടുക്കി, പക്ഷേ അവിടെ പരാജയപ്പെട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അതേ PDPയിൽ നിന്ന് തന്നെ ഇതുപോലുള്ള സംസ്കാരം നിറഞ്ഞ് ഇസ്ലാമിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വായടക്കിയിട്ടില്ലേ? അതെ, നിങ്ങൾ കുറച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എത്ര തളർത്താൻ നോക്കിയാലും തളരുന്നത് നിങ്ങളാണ്. അബ്ദുൽ നാസർ മദനി ഇപ്പോഴും തളർന്നിട്ടില്ല. ആ വിശ്വാസം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തും പറയാം അല്ലേ? എത്ര വേണം വിശ്വസിച്ചിട്ട്, പക്ഷെ നിങ്ങൾ ശിക്ഷിക്കാനാരില്ല. പക്ഷേ മുകളിൽ റബ്ബുണ്ട് എന്നതിന് തെളിവാണ് അതുപോലുള്ള സഹോദരിമാർ വിജയിക്കുന്നത് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം സഹോദരികളുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് തൻസീന ജാസി എന്ന ഈ ഒരു സഹോദരി. അതല്ലാതെ അവരൊത്തൊക്കെ കാണിച്ച് ഡാൻസ് ഇട്ട് പാട്ടും വെച്ച് DJ ഇട്ട് മത്സരിച്ച് വിജയിക്കുന്നതിനേക്കാൾ നല്ലത് മത്സരിക്കാതിരിക്കലാണ്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. ഒരുപാട് ആൾക്കാർ